ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക് ആപ്പിൾ ആർ ക്ലാസ്സസ്. ധ്യാൻ അഭിനയം നിർത്തുന്നതോടെ മലയാള സിനിമാ ലോകത്തിന് എന്ത് സംഭവിക്കും? ഓപ്ഷൻസ് അത് ഒരു പുല്ല് സംഭവിക്കില്ല. നീ പട്ടിണിയാവും. മൂന്നാമത്തെ ഓപ്ഷൻ എടപ്പള്ളിയിലൊക്കെ കാണാം. എന്തോ ഇങ്ങനെ മേലനങ്ങാണ്ട് എത്ര കാലത്ത് ഈ പണിയെടുക്കും. ഇത് ധ്യാൻ തന്നെ എന്നോട് ചോദിക്കണം. കേരളത്തിൽ മലയാളത്തിൽ സിനിമയിൽ പണിയെടുക്കുന്ന ആളാണ്. ഒരേ ഒരു ധ്യാൻ ശ്രീനിവാസൻ. അവൻ ആഗ്രഹിക്കുന്നത് എന്നെ പോലെ ആവാൻ. എനിക്ക് അത്ര ദുരാഗ്രഹങ്ങളില്ല. ദൈവം വീണയെ അല്ല സുന്ദരി അല്ലാതെ ജനിപ്പിച്ചു. നിങ്ങളെ മുടിയില്ലാതെ ജനിപ്പിച്ചു. ലൈപ്പോസെക്ഷന് പോയി, മിഷൻ സ്റ്റക്കായി, വലിക്കാൻ പറ്റണില്ല. കാരണം സെക്ഷൻ ഫ്രം വേരിയസ് കമ്പാർട്ട്മെന്റ്, റൈറ്റ് ലെഫ്റ്റ് പ്രൊട്ടക്ട് ലെഫ്റ്റ്. ആ ഡോക്ടറാണ് ഈ ഡോക്ടർ. അറിയാർക്ക് പണി അറിയില്ല. ജോണിച്ചേട്ടൻ ഇത് ഡോക്ടറായ സമയത്തൊക്കെ ഉള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് അവര് പറയുന്നത് മെഡിക്കൽ മിറാക്കിൾ, ഓപ്പറേഷൻ സക്സസ്, മെഡിക്കൽ മിറാക്കിൾ. രണ്ട് പടം ഇറങ്ങി പൊട്ടി. വെറുതെ എന്റെ പടം മാത്രം പൊട്ടി എന്ന് പറയല്ലേ. പൊട്ടി അഭിപ്രായം ഉണ്ടായിരുന്നു. ആലുവ ഉള്ള കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ 18, 17-ാം നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ട്, 15-ാം നൂറ്റാണ്ട്. ഡിറ്റക്റ്റീവ് ഉജ്വലനിൽ നായിക ഇല്ലാത്ത എന്തുകൊണ്ട്? എന്തിനാ ഒരു കുട്ടിയുടെ കരിയർ വെറുതെ റിസ്ക് എടുത്തു? ഇവര് റിസ്ക് എടുക്കും. ഈ ഗർഭകാലം കഴിഞ്ഞിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഒരു പടം പിന്നെ താണ്ടി വരുവായ മോഡ്. അല്ല വീണ, നീ തമിഴിൽ ട്രൈ. മലയാളികൾക്ക് സമാധാനം. ഡിറ്റക്റ്റീവ് ഉജ്വലൻ പാർട്ട് 2 വന്നാൽ വില്ലനായി ആരെ എടുക്കും? വിനീത് ശ്രീനിവാസൻ പരിഗണിക്കാവുന്നതാണ്. അഭിനയം മെയിൻ ആൾക്കാരെ കുറിച്ച് അങ്ങനെ ആരും എടുത്ത് പറയൂ. മെയിൻ അല്ലേ സൈഡ് ചെയ്ത് മെയിൻ. മുമ്പുള്ള ഇന്റർവ്യൂവിൽ ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ വളരെ അപൂർവമായ ഒരു ഇവന്റിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? സെലിബ്രേറ്റിംഗ് സക്സസ്. ഞാൻ ഇന്ന് വരെ എന്റെ ഈ ഇന്റർവ്യൂ കരിയർ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. ഞാൻ ഇന്ന് വരെ ധ്യാന ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അത് എന്ത് അല്ല, അതല്ല അതിന്റെ ഒന്നും തന്നെ സെലിബ്രേഷൻ സക്സസ് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി 2 ഇന്റർവ്യൂ എടുക്കുന്നത്. അതൊരു ഭയങ്കര സംഭവമല്ലേ എന്നെ സംബന്ധിച്ച്. നിങ്ങൾക്ക് ആദ്യം ധ്യാനോട് നോക്കട്ടെ, എന്തായിരുന്നു ആ ഒരു മാനസികാവസ്ഥ? അടിച്ചു മോനെ എന്നുള്ള ആ ഒരു അവസ്ഥ ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നു. ഉണ്ടായിരുന്നു തോന്നുന്നു. ഇറങ്ങിയപ്പോ തന്നെ അറിയായിരുന്നു അല്ലെ? അങ്ങനെയല്ല, ഇത് ഓടണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. പിന്നെ ഓടാൻ സാധ്യതയുള്ള ഒരു കഥയും ഓടാൻ സാധ്യതയുള്ള കുറെ ഫാക്ടേഴ്സ് ഉള്ള സിനിമയാണ്. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ പറഞ്ഞൊരു കാര്യം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ച കാര്യം. അതെന്തായാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത് തിയേറ്ററിൽ വർക്കാവാതിരിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരം കാരണങ്ങൾ കുറവായിരുന്നു. അപ്പൊ എന്നാ പോലും യുനാനിമസ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ഇഷ്ടമായി കേട്ടോ, ഞാൻ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. നമ്മള് പ്രൊമോഷന് പോയ ദിവസമാണ് വീണ പടം കാണുന്നതും ആൾക്കാരുടെ വീണന്റെ മുഖം അല്ലേ ഉറങ്ങുമായിരുന്നു. കാരണം ക്ഷീണിച്ച് മറ്റേ ഇങ്ങനെയാ വന്ന്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വളരെ കരഞ്ഞോ? കണ്ണു നിറഞ്ഞു എന്റെ വിജയം. അത് സത്യം കേട്ടോ, എന്റെ മനസ്സിനൊരു ഭയങ്കര സന്തോഷം ഉണ്ടായി. ഞാൻ വിജയിച്ചാണെന്ന് ഞങ്ങളുടെ ഭയങ്കരമായ ആഗ്രഹമാണ്. എന്റെ ഈ ഗർഭകാലത്ത് നിനക്കൊരു സന്തോഷം നൽകണം എന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു അല്ലെ?
നല്ല കുട്ടിക്ക് സന്തോഷം വേണ്ടേ? അതെ അതെ സത്യം അതെ. ഓക്കെ, ഞാൻ ഇന്നുണ്ടല്ലോ അമീന, നീ എന്താണ് മിണ്ടായിരിക്കണേ? നിനക്ക് എന്താ ഒരു ക്ഷീണം? അതാണോ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷന്റെ ഡെയിലി ഇപ്പൊ സക്സസ് ആയതിനു ശേഷം ഡെയിലി രാത്രി സെലിബ്രേഷനാണ്. അതുകൊണ്ട് രാത്രി വൈകി ഉറങ്ങുന്നു. ഇപ്പൊ എഴുന്നേറ്റ് വന്നത് തന്നെ അല്ലേ അത്ഭുതം. അതാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് എന്തായാലും ഒരു വ്യത്യസ്തമായി മാറ്റി പിടിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ വ്യത്യസ്തമായ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. ആദ്യത്തെ ചോദ്യം ധ്യാനോട് തന്നെ ചോദിക്കാം. അങ്ങനെ തുടങ്ങാം, നമുക്ക് ഗണപതിക്ക് വെച്ച് തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ധ്യാൻ ശ്രീനിവാസനെ വെച്ച് സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിൽ എന്താണ് വേണ്ടത്? ഓപ്ഷൻസ് വേണ്ട, ഞാൻ ഓപ്ഷൻസ് പറയട്ടെ. ധൈര്യം നട്ടലുള്ള ഒരു തിരക്കഥ വേണ്ടേ വേണ്ടെന്നാണോ? ഓപ്ഷൻസ് തരൂ. കൈ നിറയെ പണം, സിനിമയോടുള്ള അടങ്ങാത്ത ദാഹം, മറ്റെന്തോ നിഗൂഢമായ ഒന്ന്. ഇത് 4 സോഫി ചേച്ചിക്കുണ്ട്. അതുകൊണ്ട് സിനിമ ഓടി. അടങ്ങാത്ത ഇതുണ്ട്, എന്തോ ഒരു നിഗൂഢത ഞാൻ കണ്ടു സോഫി ചേച്ചി. കാരണം എന്നെ വെച്ച് പടം ചെയ്യുമ്പോ ഞാനും ആലോചിക്കും പ്രീമിയർ കഴിഞ്ഞിറങ്ങിയ സമയത്താണ് നിഗൂഢത കൂടിയത്. ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞു പുള്ളിക്കാരത്തി ഇങ്ങനെ. ഞാൻ സോഫി ചേച്ചി പറയായിരുന്നു, ഞാനിപ്പോ ആരാണെന്ന് എനിക്കറിയില്ല. നമ്മൾ പറയല്ലേ ഈ മരണ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മള് മറ്റേ ഈ ശരീരം കണ്ട ശേഷം നമ്മള് ശരി കേട്ടോ ഇങ്ങനെ കാണിക്കില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൊ എനിക്ക് ചേച്ചിനോട് പിറ്റേ ദിവസം ഫോൺ വിളിച്ചപ്പോൾ ഇതേ കാര്യം പറഞ്ഞു. ഇന്നലെ പ്രിവ്യൂ വെച്ചപ്പോ ഒരുമാതിരി ആയിരുന്നു, പിന്നെ ഇപ്പൊ ഒരു ആശ്വാസമായിരുന്നു കാര്യം. കാരണം നമ്മള് ജനറൽ ഓഡിയൻസ് അല്ലെങ്കിൽ ഓഡിയൻസിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും, കാരണം അവിടെ ഇപ്പൊ ചിരി കിട്ടണം എന്നില്ല, അവർക്ക് അവർ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കണം എന്നില്ല, അതൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ അത് കാണിക്കുകയില്ല. ഓക്കെ, പക്ഷെ പിന്നീട് എല്ലാവരും ഫോൺ വിളിച്ചിട്ട് ചേച്ചിനോട് ഒരുപാട് പേര് എന്നോട് ചിദംബരം അല്ലെങ്കിൽ തരുൺ ഒക്കെ ചേച്ചിനെ ഫോൺ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് ചിലപ്പോ അവരത് തരുണും ഇവരൊക്കെ മറ്റേ ബൈറ്റ് കൊടുത്തപ്പോഴൊക്കെ അവർ നല്ലത് പറഞ്ഞു. അടുത്ത ഒരു ശ്രീചേട്ടനോടാണ്. 19ാം നൂറ്റാണ്ടിന് ശേഷം സിജു വിൽസനെ ആ തരത്തിൽ ഒരു നായിക പ്രാധാന്യമുള്ള സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ ഞാൻ തരാം, ഡോണ്ട് വറി. 2 പടം ഇറങ്ങി പൊട്ടി, വെറുതെ എന്റെ പടം മാത്രം പൊട്ടി എന്ന് പറയല്ലേ. പൊട്ടി അഭിപ്രായം ഉണ്ടായിരുന്നു. പള്ളിയിലച്ചനൊക്കെ ആയിട്ട് അതിന് മുമ്പേ 19ാം നൂറ്റാണ്ടിന് മുമ്പേ ചെയ്തതാണ്. അഭിപ്രായം ഉണ്ടായിരുന്നു. ആലുവ ഉള്ള കുറച്ച് ആൾക്കാർ, ഫ്ലാറ്റിലുള്ള ആൾക്കാരുടെ അഭിപ്രായം അസോസിയേഷൻ കൂടുതൽ സെലക്റ്റീവ് ആയതുകൊണ്ട്, അതിന് ധൈര്യമുള്ള സംവിധായകർ ഇല്ലാത്തതുകൊണ്ട്, ചോദിക്കുന്ന പ്രതിഫലം അധികമായതുകൊണ്ട്, ആരും വിളിക്കാത്തത് കൊണ്ട്. എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവില്ല. ഇല്ലാത്തോണ്ട് കൂടുതൽ സെലക്റ്റീവ് ആയതുകൊണ്ടായിരിക്കും. കാരണം 19ാം നൂറ്റാണ്ട് വലിയ സിനിമയാണ്. അപ്പൊ ബാഹുബലി ഇവിടുത്തെ നമുക്ക് നോക്കുമ്പോ ബാഹുബലിയാണ് ആ സിനിമ. പിന്നെ അടുത്ത വരുന്ന സിനിമ മോളില് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ അതിലോട്ട് ശ്രദ്ധിക്കുള്ളൂ. എത്രയും വലിയ ക്യാൻവാസിൽ ചെയ്ത സിനിമയാണ്. അതിനെ പിടിച്ച് അല്ലെങ്കിൽ പിന്നെ 18, 17ാം നൂറ്റാണ്ട്, 16ാം നൂറ്റാണ്ട്, 15ാം നൂറ്റാണ്ട്, 16 അടിയന്തരം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വിജയിച്ച ഈ സമയത്ത് അമീന് പറയാൻ തോന്നുന്നത് എന്താണ്? ഈ വിജയം എന്റേതാണ്. ഇതെന്ത് മറിമായും അർഹതയ്ക്ക് കിട്ടിയ അംഗീകാരം. നന്ദി. ബോംബ് ഡിഫ്യൂസ്ഡ്. അത് അവര് കാര്യമില്ല, അടുത്ത പണിയുന്നുണ്ട്. അതെന്താ എല്ലാ ബോംബും ഡിഫ്യൂസ് ചെയ്യാൻ പറ്റൂ? ചുവന്ന വയറുണ്ടാവും, പച്ച വയറുണ്ടാവും. വന്ദനത്തിൽ കണ്ടില്ലേ? ഇപ്പൊ കറക്റ്റ് ഡിഫ്യൂസ് ആയി. ചിലപ്പോ എല്ലാ കണക്കും കറക്റ്റ് ആവണമെന്നില്ല, ചിലപ്പോ
ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ നായിക ഇല്ലാത്ത എന്തുകൊണ്ട് ഇനി എല്ലാവർക്കും കോമൺ ആയിട്ടാ നായകണ്ടല്ലോ സ്നേഹലത. എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഭയങ്കര നായിക സാധനം ഇല്ലാത്ത എന്തുകൊണ്ട് അതോളം അഭിനയിച്ച കട്ട് ചെയ്തത് അല്ല അതില് ധ്യാനിന് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പൈസ ഇല്ലാതിരുന്നുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഒരു ചുളുവിന് എൻട്രി ആരും നടത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ധ്യാനിനൊപ്പം പിടിച്ചു നൽകാൻ കെൽപ്പുള്ള ഒരു നായിക മലയാള സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് അത് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം, അല്ലേ? അതാണ് അതാലോചിക്കാവുന്ന അല്ല എന്തിനാ ഒരു കുട്ടിയുടെ കരിയർ വെറുതെ റിസ്ക് എടുത്തു ഇവര് റിസ്ക് എടുക്കുന്നു. ആടാ എന്നെ ഇതുപോലെ എനിക്ക് എടുപ്പിച്ച് എന്റെ career പൂർണ്ണമായി തകർത്തടാ. അത് ആടായിരുന്നില്ലേ? അത് ആടായിരുന്നില്ല. അല്ല സിനിമയിൽ അല്ല ഞങ്ങളൊരു സിനിമ ആ കട ഇവര് അറിഞ്ഞിട്ടോ? ശരി ശരി. അത് ഞാൻ സത്യം പറയട്ടെ, നിങ്ങളുടെ കോംബോ കാണാൻ വേണ്ടിട്ട് ഞാൻ ആ പടം പോയി കണ്ടത്. സീരിയസ് ആയിട്ട് നമ്മുടെ പരസ്യ ഹിറ്റ് അല്ലേ? അതെ അതെ ഞങ്ങള് ഓക്സിജൻ വെച്ചൊരു പരസ്യം അത് ഞാൻ കണ്ടിട്ടില്ല. അത് തിയേറ്ററിൽ അത് കണ്ടിട്ടില്ല. ഞാൻ സത്യം നിങ്ങളെ കോംബോ കാണാൻ വേണ്ടിട്ട് ആ പടം അല്ല, ഇത് ലാസ്റ്റ് 2 മിനിറ്റ് വന്നിട്ട് അങ്ങ് പോയി. എനിക്ക് കൂടെ ഉണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാ. ഈ ഗർഭകാലം കഴിഞ്ഞിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഒരു പടം അതാണ് ഒരു ഭിന്നത്താണ്ടി വരുവായ മോഡ് അല്ല ആ കുട്ടി അനുഭവിക്കട്ടെ, ആ കുട്ടി അനുഭവിക്കട്ടെ, അല്ലാണ്ട് ഓക്കെ കമ്പനി ഭിന്നത്താണ്ടി വരുവായ അലപ്പായത് പോലെ ഒരു സാധനം അല്ലേ? ഇതൊക്കെ കാണേണ്ടി വരില്ല. അതിന്റെ സ്പൂഫ് പിടിക്കാം നമുക്ക്. അവന്റെ നക്ഷത്രം മൂലമായിരിക്കും. പക്ഷേ എടാ മീനെ നിനക്ക് എന്നിട്ട് അത് കണ്ടപ്പോ ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നതായിട്ട് തോന്നിയില്ലേടാ? കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് വേണം. അല്ലേ ഈ മനുഷ്യനോട് സ്ക്രീൻ ചോദിക്കുന്നു. പ്രസൻസ് ആണോ സ്പേസ് ആണോ? സ്പേസ്. പ്രസൻസ് അല്ല സ്പേസ്. അല്ല ഇങ്ങനെ ഇതുകൊണ്ട് നായകന്മാരിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ആയിരിക്കും നായകന്മാർ അധികം ഇല്ലാത്തത്. അല്ല പിന്നെ നീ തമിഴിൽ ട്രൈ മലയാളികൾക്ക് സമാധാനം ഇരിക്കാലോ. കുറച്ചാൽ ഇവിടെ ശല്യം ഉണ്ടാവില്ല. ഞാനിവിടെ നിൽക്കുന്ന എന്റെ ഒരു ധൈര്യം ഒന്നും അറിയില്ലെങ്കിൽ நீங்க നമുക്ക് அங்க ധൈര്യമായിട്ട് போய் പിടിച്ചേക്കാൻ நடிக்கிறதுக்காக முயற்சி பண்ணுங்க. നമുക്ക് ഒന്നും അറിയില്ലേ. കുറച്ച് ഇന്റർവ്യൂ എടുക്കും, കുറച്ചു പേർക്ക് സഹായിക്കും. അത് തന്നെ ഓക്കേ, അടുത്ത കോമൺ വീണ ഞാനൊരു ഇതിനിടയ്ക്ക് കട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. വീണ മുമ്പ് ഉണ്ടായിരുന്ന ഇന്റർവ്യൂസിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഫെയർ കോംപ്ലക്ഷൻ വന്ന പോലെ. 4.5 മാസം ഗർഭിണി. അല്ല അതുകൊണ്ടാണോ? അതുകൊണ്ട് മാത്രം 4.5 മാസം പ്രഗ്നൻസി ഗ്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ പേരും സായിപ്പിനും മതവിനെ പോലെ നടക്കണ്ടേ ഇവിടെ കേരളത്തിലുള്ള എല്ലാവരും അല്ലേ? ഞാൻ ഗ്ലൂട്ടാത്തൈഡ് ഉപയോഗിക്കുന്നെന്ന് പറയണം. എനിക്ക് ഒരു കുഴപ്പമില്ല ഗൈസ്, ഞാൻ ഉപയോഗിച്ചിരുന്നു. അയ്യടാ. ആണോ? ഞാൻ എന്നോട് ഈ ഗ്ലൂട്ടാത്തൈഡ് കാര്യം ചോദിച്ചോണ്ട് ഈ തലയിൽ എന്തെന്നാ അത് മുടിയില്ലാത്തവർക്ക് മുടി വെക്കല്ലേ? കളർ ഇല്ലാത്തവർക്ക് കളർ വയ്ക്കുന്നതാണ് ഗ്ലൂട്ടാത്തൈഡ്. അങ്ങനെയാണ് മൈക്കിൾ ജാക്സൺ മടിയായത്. ഇതെല്ലാം തന്നെ സൗന്ദര്യവർദ്ധനം ആണല്ലോ. വെളുക്കണം, മുടി വളരണം. അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മള് രജനീകാന്ത് പോലും പറയേണ്ടി വരും മുടിയുടെ കാര്യം പറയാം. ഞാൻ രജനി സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ, ചെയ്തില്ലല്ലോ. വിഗല്ലേ? അപ്പൊ വിഗ് പിന്നെ സൗന്ദര്യവർദ്ധനമല്ലേ? ബാക്കി എത്ര പേരുണ്ട് ഇവിടെ? ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് എതിർപ്പുണ്ട് ഇതിനകത്ത്. കാരണം ദൈവം വീണയെ അല്ല സുന്ദരി അല്ലാതെ ജനിപ്പിച്ചു, നിങ്ങളെ മുടിയില്ലാതെ ജനിപ്പിച്ചു. ഞാൻ തികഞ്ഞ ഒരാളൊന്നുമല്ല, പക്ഷെ ഞാൻ എങ്ങനെയാണോ ഞാൻ അതിനെ നമ്മൾ ഉൾക്കൊണ്ട് ലൈപ്പോസെക്ഷന് പോയി, മിഷൻ സ്റ്റക്കായി, വലിക്കാൻ പറ്റണില്ല, മൊത്തത്തിൽ സ്റ്റക്കായി. ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടറാണ് ഈ ഡോക്ടർ. കാരണം ഇങ്ങനെ പണി അറിയില്ല, പണി അറിയാത്ത ഡോക്ടർ എടുത്ത് പോയാൽ അപ്പൊ ഇന്ത്യയിൽ നിങ്ങൾക്കത് പറ്റാത്തോണ്ട് പോയി മിഷൻ സ്റ്റക്ക്. അങ്ങനെ വന്ന പടമാണ് മിഷൻ ഇമ്പോസിബിൾ. നമുക്ക് ശരീരം നന്നാക്കി എടുക്കാൻ പറ്റുന്ന പോലെ ഫിറ്റ് ആവാം, സ്കിൻ കെയർ നോക്കാം, അതൊക്കെ എനിക്ക് നമുക്ക് ഓക്കെയാണ്. അതെല്ലാം പേഴ്സണൽ ചോയ്സ് ആണ്. ബട്ട് സ്റ്റിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇത്തരം ഗ്ലൂട്ടാൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ക്രാഫ്റ്റിംഗ്, ഇതിനോടൊക്കെ എനിക്ക് പേഴ്സണലി അത് പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ അത്തരം അങ്ങനെ മുടി വന്നിട്ട് ഇപ്പൊ അല്ലേ
10 വർഷം അങ്ങനെ കഴിഞ്ഞിട്ട് സൗന്ദര്യം കൂടിയത് 10 വർഷം കഴിഞ്ഞിട്ട് അതന്നെ 2 വർഷം കഴിയട്ടെ എന്നിട്ട് നമുക്ക് വരാൻ നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതിനെ എംബ്രേസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഞാൻ എന്തായിട്ട് മണ്ണുള്ള ആളാണ്, എംബ്രേസ് ചെയ്യുന്നു. വീണ ഇത്രയും സംശയം വെച്ചാൽ വീണ ഇത്രയും ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് ഇങ്ങനെ എന്നാണ് എന്റെ സംശയം. എന്റെ ദൈവം, ഇത്ര ഇഞ്ചക്ഷൻ ആണോ? എന്റെ ഗ്ലൂട്ടൻ എടുത്ത ഡോക്ടർ കരയും ഇനി അത് ഇത് എന്നൊക്കെ പറഞ്ഞു. ലോൺ എടുത്ത് EMI അതല്ല കൊളാബ്, വെറുതെ അല്ല പച്ചവെള്ളം എടുത്ത് കുത്തിക്കാണ് കൊളാബിലാവുമ്പോ. ഇപ്പൊ വിളിക്കും കൊളാബിലല്ലേ ജീരകം ഗ്ലൂട്ടാത്തോടല്ല ഇന്ന് ഞാൻ കാണുന്ന അന്ന് മുതൽ ഇങ്ങനെ തന്നെയാണ്. ഡോക്ടർ കുടിക്കേണ്ട ജീരകമുള്ളേ. ഞാൻ നിർത്തി. അതല്ല ഡോക്ടർ വരുമ്പോ വീണ വരുന്നുണ്ട്, കൊളാബ് അലവലാതി കുറച്ച് വെള്ളം മറ്റേ പുറത്തുനിന്ന് അടുക്കളന്നൊക്കെ വെള്ളം എടുത്തിട്ട് ഇഞ്ചക്ഷൻ എനിക്ക് എന്തിന്റെ കുഴപ്പമായിരുന്നു, ഞാൻ വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലേ? ഈ മുടി അവിടെ എങ്ങനെ ഇരുന്നു വീണയുടെ മുഖം മാറി. അതാ പറഞ്ഞ ഈ മുടി അവിടെ എങ്ങനെ എടുക്കാൻ ഇരുന്നോട്ടെ. സമയമായി. ഇല്ല നമുക്കൊരു കാലം അതല്ല ഇപ്പൊ നിങ്ങൾ ഒന്നായ നമുക്കൊരു കാലം വരുന്നു. കൊച്ചിന്റെ ജീവിതം അപകടത്തിലാണ്, ഞങ്ങളില്ല. മനുഷ്യ നിങ്ങൾ എന്റെ കൂടെ അല്ലായിരുന്നോ? അല്ല, നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ ആയിരുന്നു, ഇപ്പൊ ഒന്നായി. ട്രാക്ക് മാറി. അങ്ങനെ അമീനെ കുറിച്ച് കണ്ണുമടച്ച് നടത്താൻ പറ്റുന്ന ഒരു പ്രവചനം. എടാ കണ്ണ് തുറക്കടാ. അമീനെ കുറിച്ച് കണ്ണുമടച്ച് നടത്താൻ പറ്റുന്ന ഒരു പ്രവചനം. ഓപ്ഷൻസ്: തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കി വാഴാൻ പോകുന്ന ഒരു സൂപ്പർ സ്റ്റാർ. അടുത്തത് മറ്റൊരു ധ്യാൻ ശ്രീനിവാസൻ. സിനിമ ഉപേക്ഷിച്ച് മറ്റൊരു ഫീൽഡിലേക്ക് മാറും. നാലാമത്തെ പറയാൻ മാത്രം ഒന്നും സംഭവിക്കാൻ പാടില്ല. അതല്ലേ നീ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നത്? അതല്ലേ നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെയുള്ള പരിപാടികളൊന്നും ആ ആൻസേഴ്സ് ഒന്നും കറക്റ്റ് അല്ല. മറ്റൊരു ധ്യാൻ ശ്രീനിവാസൻ സിനിമ ഉപേക്ഷിച്ച് വേറെ മാറുന്നില്ല. സിനിമ ഒരേ ഒരു ധ്യാൻ ശ്രീനിവാസനേ ഉള്ളൂ. ഞാൻ തന്നെ. പക്ഷെ അവൻ ആഗ്രഹിക്കുന്നത് എന്നെ പോലെ ആവാൻ. എനിക്ക് അത്ര നീ കഴിഞ്ഞ ദിവസം അങ്ങനല്ലേ പലതും പറയും എന്നെ പോലെ. ഇതില് പറ, തെന്നിന്ത്യൻ താരറാണിയാണോ? റാണിയല്ല, തെന്നിന്ത്യൻ നായകൻ. ആ എന്നാ അത് പിടിച്ചു. കണ്ണോട് ചവന്നൊക്കെ നടത്തിയ പ്രവചനം. റോണി ചേട്ടനോട് ഞാൻ പ്രത്യേകം ചോദിച്ചില്ലെന്നാണ്. റോണി ചേട്ടനൊക്കെയുള്ള ചോദ്യം വരട്ടെ. റോണി ചേട്ടൻ ഒരു ഡോക്ടറിൽ നിന്ന് നടനിലേക്കും ആ സിനിമയിലേക്കും പരകായ പ്രവേശം നടത്തിയത് എന്തുകൊണ്ട്? ഡോക്ടർ പണി മര്യാദക്ക് അറിയില്ലായിരുന്നു, തിയറി മാത്രമേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് പറഞ്ഞു തരിക ട്രൈമസ്റ്റർ എന്താന്ന്. ഒരു അടിസ്ഥാനപരമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ് ചേട്ടാ അത്. എല്ലാം ഗർഭിണിക്കും അറിയാവുന്ന. ചേട്ടൻ പറയാം എക്സ്ട്രാ ഇൻഫർമേഷൻ. മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ പറയട്ടെ. ഒരു 15 ചോദ്യം ഉണ്ട് മറ്റേ കഴിഞ്ഞ പറഞ്ഞ വിവാദമാവും. പറയണില്ല ട്രൈമസ്റ്റർ. അല്ല, MBBS മാനേജ്മെന്റ് കോട്ടയിൽ പാസ്സായതാ. അല്ല, മാനേജ്മെന്റ് കോട്ട എടുത്തു പറഞ്ഞ് പഠിക്കാതിരിക്കാൻ പറ്റില്ല. മാനേജ്മെന്റ് മെറിറ്റൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ. ഞാൻ മാനേജ്മെന്റിൽ എഞ്ചിനീയറിംഗ് ചെയ്ത പഠിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാം എഴുതുന്നുണ്ടോ? ഇല്ല, ഡ്രോപ്പ് ഔട്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് പരകായ പ്രവേശനം നടത്തിയത് പണവും പ്രശസ്തിയും ഒരുപോലെ ആഗ്രഹിച്ചതുകൊണ്ട്, പാവപ്പെട്ട രോഗികളുടെ നന്മയെ കരുതി, കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാള സിനിമാ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി. പറയത്തക്ക കാരണമൊന്നുമില്ല, ചുമ്മാ. ഇത് രണ്ടുപേർക്ക് ഈ ഓപ്ഷൻസ് ഉള്ളു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് രോഗികളുടെ നന്മയ്ക്ക് അങ്ങനെയല്ല ശ്രീചേട്ടനെ, എനിക്ക് കിട്ടിയപ്പോ നീയൊക്കെ എന്തൊരു തുള്ളലായിരുന്നാണ്, അതുകൊണ്ട് നിനക്ക് തരാം. പോളിയോ വായിൽ കൊടുക്കണ ടെറ്റനസ് നാവി കുത്തിയവനവൻ. എന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഓപ്ഷൻ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഞാൻ ശരിയാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചേക്കുന്നല്ല, രോഗികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പോയത്. സത്യമായിട്ടും അല്ല, അതൊരു ജോലിയായിട്ട് കൊണ്ടുനടക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ജോണി ചേട്ടൻ ഇത് ഡോക്ടറായ സമയത്തൊക്കെ ഉള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് അവര് പറയായിരുന്നു മെഡിക്കൽ മിറാക്കിൾ, ഓപ്പറേഷൻ സക്സസ് ആയാൽ.
പാവർ ഓടിച്ചേട്ടര് അത് ഉരുക അവിടെ ഇരുന്നിട്ട് എനിക്ക് അല്ല നിറച്ച് പൂവൊക്കെയുള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് പാവർ ഓടിച്ചേട്ടൻ ഭയങ്കര യങ് ആയിട്ടും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും ഇരുന്നു ഇവരുടെ അങ്ങനെയല്ലേ വീണേ നമ്മൾ വരേണ്ടത്. ധ്യാൻ അഭിനയം നിർത്തുന്നതോടെ മലയാള സിനിമാ ലോകത്തിന് എന്ത് സംഭവിക്കും? എന്റെ ദൈവമേ, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ സക്സസ് സെലിബ്രേഷനിൽ വന്നിരുന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം. അന്നേരം പോട്ടെ. ഓപ്ഷൻസ് അതെ, ഒരു പുല്ല് സംഭവിക്കില്ല. രണ്ടാമത്, ഓൺലൈൻ ചാനലുകാരുടെ ഉറക്കം നഷ്ടപ്പെടും. എന്റെ സമാധാനം നീ പട്ടിണിയാവും. മൂന്നാമത്തെ ഓപ്ഷൻ, നീ നിന്റെ കുടുംബവും പട്ടിണിയാവും. പട്ടിണിയാവും. പിന്നെ എടപ്പള്ളിയിലൊക്കെ കാണാം കൊച്ചിനെ എന്റെ കൂടെ വരില്ലേ നിങ്ങള് സിനിമ? എന്ത് ചെയ്യും? ഡ്രോപ്പ് ഔട്ട് കൂടെ അല്ലേ? എന്ത് ചെയ്യും? ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്. ഓ അത് ശരി. എന്നെക്കാട് കൂടുതൽ എന്നെ വെച്ച് സമ്പാദിച്ച ആളായിരിക്കും. അതെ അതെ, എന്റെ ഒരു വരുമാനം കേട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോയതാ. നമുക്ക് കൂടുതലൊന്നും അതിനെ കുറിച്ച് പറയണ്ട, നമുക്ക് അടുത്ത ചോദ്യം. അതാണ് നമ്മള് സത്യമല്ലേ? കറക്റ്റാ. അതിനുശേഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇങ്ങനോട് അധികം പറഞ്ഞു പോയി. അതിനുശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത. അപ്പൊ അങ്ങനെ ഒരു പുല്ല് സംഭവിക്കില്ല. സിനിമക്കാർ ഓൺലൈൻകാരുടെ ഉറക്കം നഷ്ടപ്പെടും. ഒരു വർഷം പുറത്തിറങ്ങുന്ന സിനിമകളുടെ എണ്ണം 4-1 കുറയും. ഒരു യുഗം അങ്ങ് അവസാനിക്കും. ഓക്കെ, എല്ലാവർക്കും ഞാൻ കൊടുക്കണ്ടെന്ന്. സിജോ വിൽസൺ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്? മലയാള സിനിമ പ്രേക്ഷകരെ, ഓൺലൈൻ റിവ്യൂവേഴ്സിനെ, ദൈവത്തെ, ഭാര്യയെ. നമ്മളാണല്ലോ ആലോചിക്കുന്നത്. അതാണ്. ഞാൻ ആരെയും ഭയക്കുന്നില്ല. ധ്യാൻ ശ്രീനിവാസിന് ഇവിടുത്തെ ലക്ഷോപലക്ഷം കോളേജ് കുമാരിമാരുടെ സ്വപ്നമായി മാറുന്നത് എന്തുകൊണ്ട്? ആവശ്യം എന്താ? ഇല്ല, വെറുതെ എന്റെ പൊന്ന് ധ്യാൻ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞെങ്കിലും ഉണ്ടാക്കട്ടെ. എങ്ങനെയൊക്കെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപമാനിക്കുന്ന ചോദ്യങ്ങൾ. നീ എന്നെ പറ്റിട്ട് ചോദ്യം ചോദിച്ചു. ചോദിച്ചു ഇദ്ദേഹത്തിനോട് മാത്രം എനിക്ക് പഠനമില്ലാത്ത എനിക്കറിയാം, അതൊക്കെ ചോദിക്കാം. വഴിയെ വരാം. ഇതിന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓപ്ഷൻസ് ശരീരഘടന കൊണ്ട്. ഇതെന്നെ അപമാനിക്കാനുള്ള അല്ല, ഞാൻ ഓപ്ഷൻസ് തരാം. ശരീരഘടന കൊണ്ട്, പകരം വെക്കാനാകാത്ത അഭിനയ സിദ്ധി കൊണ്ട്. മൂന്നാമത്തെ പോരട്ടെ. രണ്ടും അല്ലെന്നല്ലേ. ഒടുക്കത്തെ ചങ്കൂറ്റം കൊണ്ട്. അതല്ല. ആ മഹാത്മാഗാന്ധിയോട് കിടപിടിക്കുന്ന വിനയം കൊണ്ട്. ആ കിടക്കട്ടെ അങ്ങോട്ട്. ഒടുക്കത്തെ ചങ്കൂറ്റം കൊണ്ടെന്ന് വേണേ പറയാം. അതല്ലേ, അത് പാസ്സാക്കാം. വേറൊന്നും പറ്റൂല. വേറൊരു ഓപ്ഷനില്ല. മഹാത്മാഗാന്ധിനൊപ്പം വിനയോ നിനക്കോ? അതാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ പാർട്ട് 2 വന്നാൽ വില്ലനായി ആരെ എടുക്കും? ഞാൻ ആൻസേഴ്സ്. നിലവിലെ വില്ലനെ തന്നെ വിനീത് ശ്രീനിവാസൻ സാർ, ഉണ്ണി മുകുന്ദൻ. ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഓപ്ഷൻ ഇപ്പാണ്. ഉണ്ണി പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ ചെയ്യുന്ന ഉണ്ണി എന്റെ വില്ലനായിട്ട് വരേണ്ട കാര്യമില്ല. സിനിമകളൊക്കെ വലിയ സിനിമ, നമ്മള് സിനിമകള്. എന്റെ അച്ഛന് അതിനുള്ള ആരോഗ്യവും ഇല്ല, ഇതുമില്ല. വിനീത് ശ്രീനിവാസൻ പരിഗണിക്കാവുന്നതാണ്. അഭിനയം എന്റെ കൂടെ കടപിടിക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം പിടിച്ച്. ഓക്കെ, ആണെങ്കിൽ വിനീത് ശ്രീനിവാസനെ എടുക്കാല്ലേ? ഓക്കെ. വിനീതിന് ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷനിൽ വില്ലനായിട്ടല്ല, വേറൊരു കഥാപാത്രത്തിന് പ്രമുഖമായിട്ട് പറഞ്ഞു കേട്ടിരുന്ന ഒരു പേരാണ്. പിന്നെ എന്തോ കാരണവശാൽ പുള്ളി വന്നില്ല. അതെ, എനിക്ക് പിന്നെ കൃത്യമായിട്ട് പറയട്ടെ. ഇങ്ങനെ അതില് കെലിഞ്ഞു കയറി അഭിനയിച്ചിട്ടാണ്. അല്ലല്ല, വേറൊരു ക്യാരക്ടർ ചിലപ്പോ പറയാൻ പറ്റില്ല. ഭാവിയിൽ ഉജ്ജ്വലൻ 2 ആക്ച്വലി ചേച്ചി കഴിഞ്ഞ ദിവസം നമ്മളെ പ്രസ് മീറ്റ് നടക്കുന്ന സമയത്ത് പറഞ്ഞു നമുക്ക് ഉജ്ജ്വലൻ 2 ചെയ്യാൻ. കാരണം അതിനുള്ള സാധ്യത ഉണ്ട്. എന്താണെങ്കിലും ഇത് സക്സസ്ഫുൾ ഓപ്പൺ ആണല്ലോ.
അതാണ് ഗ്രാമത്തിലൊരു പ്രതിസന്ധി ഘട്ടം വന്നു, അത് പുള്ളി തരണം ചെയ്തു. അതെ. ഓക്കെ, ഒരു ന്യൂ കമർ എന്ന രീതിയിൽ ധ്യാനിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ അമീൻ എന്താണ് തോന്നിയത്? ആ ഡെഡിക്കേഷൻ കണ്ട് കണ്ണ് നിറഞ്ഞു പോയി. കണ്ണു നിറഞ്ഞു. കഥ അറിയാതെ അഭിനയിക്കാൻ പഠിച്ചു. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുമെന്ന് തോന്നി. സിനിമ ഫീൽഡ് ഉപേക്ഷിക്കാൻ നാലാമത് പറഞ്ഞ് സംഭവിച്ച കാര്യമാണ്. ഒടുക്കത്തെ നൈറ്റ് കോണ്ടന്റ് ഒക്കെ നമ്മൾ ഐഫോൺ വെച്ച് ടപ്പ് ടപ്പ് അടിച്ചോണ്ട് തന്നെ ഒരു 2 മണി 2:30 മണി അമ്മേ. അതുകൊണ്ട് എന്താ ധ്യാൻ ശ്രീനിവാസന്റെ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവനെയാ കാര്യം പറയട്ടെ, 5 പൈസ തരാതെ അഭിനയിക്കാൻ ഞാനല്ലാതെ അപ്പൊ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് 5 പൈസ മതിയെന്ന് ഞാൻ ഇപ്പോഴും തരാം. പഴയ ഓക്കെ, അടുത്ത ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമ എങ്ങനെയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്? ആദ്യത്തെ അവസാനത്തെ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിച്ച സിനിമ. ധ്യാനിനെ ഫീൽഡ് ഔട്ട് ആക്കാതെ പിടിച്ചു നിർത്തിയ ആ ഒരു ഐറ്റം. ധ്യാനിന്റെ കണ്ണീരിന് ദൈവം കൊടുത്ത മറുപടി. മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മികച്ച സിനിമ. ഡിറ്റക്റ്റീവ് ചോദിച്ചില്ലെങ്കിൽ സോഫി ചേച്ചി ഇവിടെ ഇറക്കി. ധ്യാൻ ഫീൽഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞു വരുത്തുന്നവരോട് പറയാനുള്ളത് എന്ത്? ഞാൻ പറയാം ഞാൻ എത്ര ഫീൽഡ് ഔട്ട് ആയാലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ. ഞാൻ ചത്തില്ലടാ. നിന്നോടൊക്കെ ദൈവം ചോദിക്കും. കിടന്ന് ഡയലോഗ് അടിക്കാതെ പോയി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കാണടാ. അതും എന്തായാലും ചോദിക്കണം, അതും സെലിബ്രേറ്റിംഗ് സക്സസ്. അതല്ല, ആ ഓപ്ഷൻസ് പോയ 2 ചോദ്യങ്ങളുടെ ലാസ്റ്റ് ഓപ്ഷൻ ഗംഭീരായിരുന്നു. അല്ലേ? ഈ നിങ്ങള് ചേട്ടൻ എങ്ങനെ ഈ സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു ചേട്ടാ വന്നേ? അത് ആരുടെ ശുപാർശയായിരുന്നു? പറഞ്ഞല്ലേ, ചൂസ് ചെയ്ത് വീട്ടിൽ ഇരിപ്പായിരുന്നു. ഒരു ദിവസം രാഹുൽ ഇന്ദ്രനിലും വിളിച്ചു, ഒന്ന് കഥ പറഞ്ഞു. ഞാൻ ഇങ്ങനെ വീണ്ടും ചൂസ് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി, ഇനി ചൂസ് ചെയ്ത വീട്ടിൽ തലമുട്ട തല്ലി പൊളിക്കുന്നു. പെട്ടെന്ന് ഞാൻ കൈ കൊടുത്തു. പക്ഷെ എടുത്തു പറയുന്ന ഏറ്റവും നല്ല ക്യാരക്ടർ ഏതാ? റോൺ ചേട്ടന്റെ. അത് കറക്റ്റ് ആട്ടോ. എനിക്ക് ഞാൻ ആ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോ അപ്പുറത്തുപ്പുറത്തൊക്കെ ഇരിക്കുന്നവര് സംസാരിക്കുന്നത് കേട്ടാണേ. അല്ല, അങ്ങനെ അല്ല പറഞ്ഞേ. സിജു റോണി നന്നായിട്ട് അഭിനയിച്ചതെന്ന്. എന്നെ കുറിച്ച് ആരും പറയണേ ഞാൻ കേട്ടില്ല. ഇതിലെല്ലാരും വൃത്തിയായിട്ട് അഭിനയിച്ചു. മെയിൻ ആൾക്കാരെ കുറിച്ച് അങ്ങനെ ആദ്യം എടുത്ത് പറയൂ. സൈഡ് ചെയ്ത വില്ലനെ പിടിച്ചടിക്കുന്ന ആരാ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നായകനാരാ? പിടിക്കുന്ന ആളാ മെയിനല്ലേ? ഞങ്ങള് 4-5 പേരൊക്കെയാണ് ഗ്യാങ്. ശ്രീചേട്ടൻ ഒറ്റയ്ക്ക് മഞ്ഞ വണ്ടിയിൽ 2 പേരുണ്ടല്ലോ. ചേച്ചേട്ടാ ഇത്രയും വലിയ മനസ്സ് വേറെ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് ചേച്ചേട്ടാ. ഇതിന്റെ സ്പിൻ ഓഫ് വരും. ഷാംപൂ. അത് ഞാനും ആലോചിച്ചായിരുന്നു കേട്ടോ. ഇത്ര സ്റ്റൈലായിട്ട് മറ്റേ അടിപൊളിയായിട്ട് വരുന്ന സ്പിൻ ഓഫ് വരും. ക്യാരക്ടർ ആക്ച്വലി ആ ക്യാരക്ടറിന് ഒരു സ്പിൻ ഓഫ് വന്നാലും അങ്ങനത്തെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടോ? അതാണ് പ്രാർത്ഥിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തിനാണ് പണ്ട് ശംഭു വന്നത്? അതിനെ കുറിച്ചൊന്നും ഉത്തരവില്ലല്ലോ. ഉജ്ജ്വലൻ ചോദിക്കുന്നുണ്ടല്ലേ, സാർ മുമ്പ് പറഞ്ഞല്ലോ വന്നു പോയെന്ന്. എന്തിനാന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉത്തരം പറഞ്ഞിട്ടില്ല. അതെ, കുറെ ഉത്തരങ്ങൾ പറയാൻ കിടക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇവൻ എന്നോട് പറയാ, ആ കൊച്ചിനെ പഠിപ്പിക്കാനുള്ളതൊക്കെ ഇവിടെ ഇന്റർവ്യൂ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എനിക്ക് താരതമ്യേന കുറഞ്ഞ റവന്യൂ ആയിരുന്നു ഇന്റർവ്യൂല്. അല്ലല്ല, അതിനാണ് ഏറ്റവും ലൈക്ക് കമന്റ് എടുത്തെടുത്ത ആൾക്കാർ പറയുന്നത്. സത്യം അമീൻ, സത്യം അമീൻ, സത്യം. അത് എത്ര പേര് കട്ട് ചെയ്തിട്ട് അതല്ലേ? അത് ഇൻസ്റ്റയിൽ ഇട്ടപ്പോ തന്നെ എത്ര വ്യൂ കിട്ടി? അതെ, എന്നാലും എനിക്ക് വിഷമമുണ്ട്. അവിടെ ഞങ്ങൾക്ക് റവന്യൂ കുറഞ്ഞു പോയി. ഇൻസ്റ്റക്കാർക്ക് ഒന്ന് കിട്ടിയിട്ട് എന്ത് കാര്യം? 9 ലക്ഷം
എത്ര മിനിറ്റ്? 8.5 മിനിറ്റ്. ആ വീഡിയോ എത്ര മൊത്തത്തിൽ? മൊത്തത്തിൽ എന്തോ ഒരു 28 മിനിറ്റ്. അപ്പൊ എത്ര കിട്ടുമെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാൻ വേണ്ടിട്ടാ ഞാൻ വേറെ സിനിമയോട് പറയാം, ഞാൻ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടിരുന്നു. രണ്ടാമത്തെ പാർട്ടിനും ഉണ്ട് ഒരു 6 ലക്ഷം വ്യൂസ്. നല്ല amount. നമ്മളെ ശമ്പളത്തിനേക്കാൾ കിട്ടുമല്ലേ പിന്നെ എന്തോ ഇങ്ങനെ മേലനങ്ങാണ്ട് എത്ര കാലത്ത് ഈ പണിയെടുക്കും. ഇത് ധ്യാൻ തന്നെ എന്നോട് ചോദിക്കണം. ധ്യാൻ തന്നെ എന്നോട് ചോദിക്കണം. കേരളത്തിൽ മലയാളത്തിൽ സിനിമയിൽ പണിയെടുക്കുന്ന അതെ ആളാണ്. അതെ അതെ, പണിയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സ്റ്റണ്ട് ചെയ്യാൻ പോയത്. ഇരിക്കട്ടെ. ഡിറ്റക്റ്റീവ് ജോണിന്റെ സക്സസ് സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ എന്റെ ഒരു വലിയ വിജയമായിട്ട് നീ പടം കണ്ടല്ലോ? ഞാൻ പടം കണ്ടു. നല്ല പടമാണോ? തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട്. സത്യമായിട്ട് അപ്പൊ ഏതായാലും ഈ പടം ആദ്യം ഇത് ചരിത്രമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി 2 ഇന്റർവ്യൂ എടുക്കുന്നത്. കറക്റ്റ്. അതെ, ഇനി എല്ലാ സിനിമകൾക്കും ഇങ്ങനെ 2 ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ ദൈവമേ. തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഒരുപാട് ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ. സിനിമ വലിയ വിജയമായിട്ട് വീണ്ടും ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ. കാണാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് സിനിമ പോയി കാണട്ടെ. അപ്പൊ വിഷിംഗ് യു ഗൈസ് ഓൾ ദി വെരി ബെസ്റ്റ് അഗൈൻ. താങ്ക് യു സോ മച്ച്. വിഷിംഗ് എ വെരി ഗുഡ് മദർഹുഡ് ടു യു. താങ്ക് യു. ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആറിൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക്, ആപ്പിൾ ആറൻ ക്ലാസ്സസ്.